അടിപൊളിയായിട്ടിരിക്കുന്നല്ലോ. യെസ്, അപ്പം നമ്മളിതാ എക്സാമിന് വേണ്ടി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പം നമ്മൾ കൺസർവേഷൻ ഓഫ് നേച്ചർ അല്ലെങ്കിൽ നമ്മുടെ ബയോഡൈവേഴ്സിറ്റിയെ കുറിച്ചൊക്കെ നമ്മുടെ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട് അല്ലേ. അപ്പം എങ്ങനെ നമ്മുടെ ബയോഡൈവേഴ്സിറ്റിയെ നമുക്ക് കൺസേർവ് ചെയ്യാം, വൈവിധ്യത്തെ എങ്ങനെ സംരക്ഷിക്കാം എന്നുള്ള രീതിയിൽ നമ്മൾ പ്രധാനമായിട്ടും രണ്ട് കാര്യങ്ങൾ, അല്ലെങ്കിൽ മെത്തേഡ്സ് ഓഫ് കൺസർവേഷൻ ഓഫ് ആനിമൽസ് ആൻഡ് പ്ലാന്റ്സ് എന്ന രീതിയിൽ, അല്ലെങ്കിൽ നമ്മുടെ ഈ ജീവജാലങ്ങളെ സംരക്ഷിക്കാനുള്ള രണ്ട് പ്രധാന രീതികളാണ് നമ്മൾ പഠിക്കുന്നത്. ഒന്ന് ഇൻസിറ്റു കൺസർവേഷനും രണ്ടാമത്തേത് എക്സിറ്റു കൺസർവേഷനുമാണ്. എന്താണ് ഇൻസിറ്റു കൺസർവേഷൻ എന്ന് പറഞ്ഞാൽ? നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ, ഓർഗാനിസംസ് എന്താണ് അവരുടെ നാച്ചുറൽ ഹാബിറ്റാറ്റ്, അതേ ഹാബിറ്റാറ്റിൽ അവരെ അല്ലെങ്കിൽ അവരെ സംരക്ഷിക്കുന്ന ആ ഒരു രീതിക്കാണ് നമ്മൾ ഇൻസിറ്റു കൺസർവേഷൻ അല്ലെങ്കിൽ ഇൻസിറ്റു കൺസർവേഷൻ രീതി എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തേത് എക്സിറ്റു കൺസർവേഷൻ എന്താണ്? വേറൊന്നുമല്ല, ഓർഗാനിസംസെ അവരുടെ ഹാബിറ്റാറ്റിൽ നിന്ന് കൊണ്ടുവന്ന് വേറെ ഒരു നാച്ചുറൽ ഹാബിറ്റാറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, അവരുടെ നാച്ചുറൽ ഹാബിറ്റാറ്റിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് അവരെ സംരക്ഷിക്കുന്ന രീതിയാണ് എന്ത്, എക്സിറ്റു കൺസർവേഷൻ എന്ന് പറയുന്നത്. അപ്പം പരീക്ഷയ്ക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണിത്. എന്താണ് നമുക്ക് ഇതിന്റെ എക്സാമ്പിൾസ് ആണ് ചോദ്യം വരിക. എക്സാമ്പിൾസും കൂടെ പഠിച്ചാലോ? അപ്പൊ നോക്കാം, നമുക്ക് ബയോഡൈവേഴ്സിറ്റി ഓഫ് കൺസർവേഷനിലെ ടെക്നിക്സിൽ അല്ലെങ്കിൽ മെത്തേഡ്സിൽ രണ്ടെണ്ണം പറഞ്ഞു, ഇൻസിറ്റുവും എക്സിറ്റുവും. ഇൻസിറ്റുവിൽ നമുക്ക് പഠിക്കാനുള്ളത് നാഷണൽ പാർക്കുകളുണ്ട്, അതുപോലെ വൈൽഡ് ലൈഫ് സാങ്ച്വറീസ് വന്യജീവി സങ്കേതങ്ങളുണ്ട്, പിന്നെ ബയോസ്ഫിയർ റിസർവുകളുണ്ട്, പിന്നെ ആ സീക്രട്ട് ഗ്രൂവ്സ് അല്ലെങ്കിൽ കാവുകൾ. അതൊക്കെ എന്താണ്, അവരുടേതായ നാച്ചുറൽ ഹാബിറ്റാറ്റിൽ അവരുടെ തന്നെ ആ ഒരു ആവാസ വ്യവസ്ഥയെ നമ്മൾ സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ഇൻസിറ്റു കൺസർവേഷൻ. ഇനി എക്സിറ്റു കൺസർവേഷൻ നോക്കുകയാണെങ്കിലോ, ഇവിടെ നോക്കാം, സുവോളജിക്കൽ പാർക്കുകളുണ്ട്, ബൊട്ടാനിക്കൽ ഗാർഡനുകളുണ്ട്, ജീൻ ബാങ്കുകളും ഒക്കെ എവിടെ വരുന്നു, കൺസർവേഷനിലെ എക്സിറ്റു കൺസർവേഷനിൽ വരുന്നു. ക്രയോ പ്രിസർവേഷൻ നമ്മുടെ സിലബസില്ല, അപ്പോൾ അത് നിങ്ങൾ പഠിക്കേണ്ട. ഇവിടെ നോക്കാം, വൈൽഡ് ലൈഫ് സാങ്ച്വറി എന്ന് പറയുമ്പോൾ എന്താണ്? പ്രൊട്ടക്ഷൻ ഓഫ് ഇക്കോസിസ്റ്റം, പ്രൊട്ടക്ഷൻ ഓഫ് വൈൽഡ് ആനിമൽസ് മെയിൻലി അല്ലെ, വന്യജീവികൾക്ക് പ്രധാനമായുള്ള സംരക്ഷണം കൊടുക്കുന്നതാണ് എന്ത്, വന്യജീവി സങ്കേതം എന്ന് പറയുന്നത്. ഉദാഹരണങ്ങൾ പഠിക്കണം. ഇതാ പെരിയാർ, വയനാട്, പേപ്പാറ, ഇതൊക്കെ എന്താണ്, വന്യജീവി സങ്കേതങ്ങൾക്ക് ഉദാഹരണമാണ്. അടുത്തത് നാഷണൽ പാർക്കാണ്, പ്രൊട്ടക്ഷൻ ഓഫ് വൈൽഡ് ആനിമൽസ് ആൻഡ് പ്ലാന്റ്സ് ആണ്. അവിടെയൊക്കെ ഹിസ്റ്റോറിക്കൽ മോണ്യുമെന്റ്സ്, നാച്ചുറൽ റിസോഴ്സസ്, ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ഒക്കെ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ എക്സാമ്പിൾ ഏതൊക്കെയാണ്? എരവികുളം, സൈലന്റ് വാലി, ആനമുടി. അപ്പോൾ പ്രധാനമായിട്ടുള്ള നാഷണൽ പാർക്കുകളൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ ഏതെങ്കിലും ഉദാഹരണങ്ങൾ ഒരു 2-3 നിങ്ങൾ പഠിച്ചു വെക്കാം. ഇനി കമ്മ്യൂണിറ്റി റിസർവുകളുണ്ട്. എന്താണത്? കൺസർവേഷൻ വിത്ത് പീപ്പിൾസ് പാർട്ടിസിപ്പേഷൻ, ഇക്കോളജിക്കലി ഇമ്പോർട്ടൻറ്റ് പ്ലേസസ് ലൊക്കേറ്റഡ് ഇൻ പോപ്പുലേറ്റഡ്, കടലുണ്ടിയൊക്കെ. അതായത് അവിടെയുള്ള ആൾക്കാരെ കൂടെ സംബന്ധപ്പെടുത്തി എന്ത് ചെയ്യും, അവരെ നമ്മൾ സംരക്ഷിച്ച് കൊണ്ടുപോകുന്നതാണ് കമ്മ്യൂണിറ്റി റിസർവ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കമ്മ്യൂണിറ്റി മൊത്തത്തിലാണ് അവിടെ റിസർവ് ചെയ്യപ്പെടുന്നത്. അതാണ് നമ്മൾ ഇൻസിറ്റ്യൂവിൽ വരുന്ന മറ്റൊന്ന്. പിന്നെ ബയോസ്ഫിയർ റിസർവ് എന്ന് പറഞ്ഞാലോ, അവിടെ ഇൻക്ലൂഡ്സ് വൈൽഡ് ലൈഫ് സാങ്ച്വറീസ് ആൻഡ് നാഷണൽ പാർക്ക്, വാസ്റ്റ് റീജിയൻ ഡിസൈൻ ടു പ്രൊട്ടക്ട് വേൾഡ്സ് ഇമ്പോർട്ടൻറ്റ് ഇക്കോസിസ്റ്റം, ബയോഡൈവേഴ്സിറ്റി ആൻഡ് ജനറ്റിക് റിസോഴ്സസ്. അതായത് വന്യജീവി സങ്കേതം, ആ ഒരു ബയോസ്ഫിയർ റിസർവിനുള്ളിൽ തന്നെ നാഷണൽ പാർക്കുകൾ, വന്യജീവി സങ്കേതങ്ങൾ, ഇതൊക്കെ വരാം. അപ്പം ഒരു വലിയ കുറേ ഒരു ഏരിയനെ നമ്മൾ സംരക്ഷിക്കുന്ന രീതിയാണ് എന്ത് പറയുന്നത്, ബയോസ്ഫിയർ റിസർവ് എന്ന് പറയുന്നത്. ആ നീലഗിരി, അഗസ്ത്യമലയൊക്കെ എന്താണ്, ബയോസ്ഫിയർ റിസർവ് ആണ്. അപ്പം നീലഗിരി ഒന്നൊക്കെ അറിയാലോ അല്ലേ, വലിയ ഒരു ഏരിയനെയാണ് നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നത്, പ്രൊട്ടക്ട് ചെയ്യുന്നത്. ഇനി അവിടെ തന്നെ കാവുകൾ നമ്മൾ പറയുന്നത്, സീക്രട്ട് ഗ്രൂവ് എന്ന് പറയുന്നത് എന്താണ്, സ്മോൾ ഏരിയാസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി പ്രൊട്ടക്റ്റഡ് ഇൻ റീജിയൻസ് ഇൻഹബിറ്റഡ് ബൈ ഹ്യൂമൻ ബീങ്സ്. മനുഷ്യർ ആവാസ വ്യവസ്ഥയുള്ള സ്ഥലം തന്നെ എന്താണ്, റീജിയണൽ ആയിട്ട് സംരക്ഷിക്കുന്ന എന്നാണ് എന്ത്, കാവുകൾ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന സീക്രട്ട് ഗ്രൂവ്സ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് എക്സിറ്റു കൺസർവേഷൻ പറയുമ്പോൾ അവിടെ നമ്മൾ സൂവിലൊക്കെ പോകാറില്ലേ, അവിടെ എന്താണ് ചെയ്യുന്നത്, പല മൃഗങ്ങളെ ഒന്നിച്ച് എന്ത് ചെയ്യുന്നു, വേറെ ഒരു ഹാബിറ്റാറ്റിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് അവിടെ എന്ത് ചെയ്യുന്നു, അവരെ സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അതിന് എക്സാമ്പിളാണ് തിരുവനന്തപുരം, തൃശ്ശൂരിലുള്ള സൂ ഒക്കെ കേട്ടോ. നമുക്ക് മൈസൂർ സൂ, ഇതൊക്കെ അതിൻ്റെ എക്സാമ്പിളായിട്ട് ചെയ്താൽ. ബൊട്ടാനിക്കൽ ഗാർഡൻ എന്ന് പറയുമ്പോൾ അവിടെ ആനിമൽസിനെയാണ് പ്രൊട്ടക്ട് ചെയ്യുന്നെങ്കിൽ ഇവിടെ പ്ലാന്റ്സിനെയാണ് പ്രത്യേകം നമ്മൾ ഗാർഡനൊക്കെ വെച്ച് എല്ലാ പ്ലാന്റ്സിനെയും ക്രിയേറ്റ് ചെയ്തു അവിടെ എന്ത് ചെയ്യുന്നു, നട്ട് അവരെ വളർത്തിക്കൊണ്ടുവരുന്നതാണിത് ബൊട്ടാനിക്കൽ ഗാർഡൻ എന്ന് പറയുന്നത്. JNTGBR അറ്റ് പാലോഡ്, തിരുവനന്തപുരം, ആൻഡ് MGB at ഒളവണ്ണ ഇൻ കോഴിക്കോട്, ഇതൊക്കെ എന്താണ്, ബൊട്ടാനിക്കൽ ഗാർഡന്റെ എക്സാമ്പിൾസ് ആണ്. ഇനി ജീൻ ബാങ്കുകൾ നോക്കുകയാണെങ്കിലോ, റിസർച്ച് സെന്റേഴ്സ് വിത്ത് ഫെസിലിറ്റീസ് ടു കളക്ട് സീഡ്സ് ആൻഡ് ഗമേറ്റ്സ് ടു പ്രിസർവ് ദം ഫോർ എ ലോങ് ടൈം ആണ് ജീൻ ബാങ്ക് അല്ലേ. തിരുവനന്തപുരം RCGBയിൽ വരുന്നതാണ് ഇത് ജീൻ ബാങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് പ്രത്യേകം പ്രിസർവ് ചെയ്യാൻ പറ്റിയ ജീനുകളൊക്കെ എന്ത് ബാങ്കിൽ കൺസേർവ് ചെയ്യുന്ന രീതിയാണിത് ജീൻ ബാങ്കുകൾ എന്ന് പറയുന്നത്. അപ്പം എല്ലാത്തിൻ്റെയും ഉദാഹരണങ്ങളാണ് പഠിക്കുന്നത്, ഉദാഹരണം വെച്ചാണ് ചോദ്യം ചോദിക്കുക. പിന്നെ ഒരു പോയിന്റ് കൂടെ ഓർക്കണം, ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ട് എന്ന് പറയുന്നത് എന്താണ്, വളരെ ബയോഡൈവേഴ്സിറ്റി റിച്ച് ആയിട്ടുള്ള, നിറഞ്ഞു നിൽക്കുന്ന, എല്ലാ തരത്തിലുള്ള വൈവിധ്യം നിറഞ്ഞു നിൽക്കുന്ന കുറച്ച് റീജിയനുകളുണ്ട്. നമ്മളിപ്പം സൈലന്റ് വാലി, വെസ്റ്റേൺ ഘട്ടൊക്കെ പറയുന്നത് എന്താണ്, കുറേ വൈവിധ്യം നിറഞ്ഞ ഒരു ഏരിയ ആണ്. അപ്പം പലതരത്തിലുള്ള സ്പീഷീസ് നമുക്ക് അവിടെ കാണാം, കുറേ കാര്യങ്ങൾ അവിടെ ഒരൊറ്റ സ്പോട്ടിൽ തന്നെ കാണാൻ പറ്റും. അതിനെയാണ് നമ്മൾ ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് IUCN, ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ, നമ്മുടെ റെഡ് ഡാറ്റ ബുക്ക് കൊണ്ടുവന്നതും. അതുപോലെ വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചർ, ഇതിന്റെ ഫുൾ ഫോം പഠിക്കണം. അപ്പം ഈ ഒരു പാഠത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്
ആണ് മിസ് ഇപ്പോൾ തന്നിട്ടുള്ളത്. അപ്പോൾ അത് വളരെ ഗംഭീരമായിട്ട് തന്നെ പഠിക്കുക. എല്ലാവരും എക്സാമിന് എന്ത് ചെയ്യണം, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അടിപൊളിയായിട്ട് പഠിക്കുക. സോ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം. ബൈ ബൈ. താങ്ക് യു.